ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ജാനകിയും അതുപോലെ തന്നെ അതാണ് അഭിയും കൂട്ടി അച്ഛനെ നോക്കുന്ന ഭാഗങ്ങളോ അങ്ങനത്തെ ഭാഗം ഇന്നലത്തെ സെയിം പോലത്തെ കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെ റീമേക്ക് ഭാഗത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ അഭിയുടെ അമ്മ വരുമെന്നുള്ള കാര്യം തമ്പി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അത് അജയിനെ വളരെയധികം ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അജയ് പറയണ്ട, അങ്ങനത്തെ ഒരു സ്ത്രീ അഥവാ വന്നെങ്കിൽ തന്നെ അവരുടെ മരണം എന്റെ കൈ കൊണ്ടിട്ടായിരിക്കും, നോക്കിക്കോ നിങ്ങൾ എന്ന് പറയണം. ആ സമയത്ത് നമ്മുടെ തമ്പി പറയണ്ടേടാ, ആ സ്ത്രീനെ കൊല്ലണക്കാളും നല്ലത് ആദ്യം നീ ചെയ്യേണ്ടത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന അങ്ങേരുണ്ടല്ലോ, അങ്ങേരെ ഇല്ലാതാക്കാനാണ് നീ നോക്കേണ്ടത് എന്ന് പറയാണ്. അത് നിങ്ങൾ പറഞ്ഞ ശരിയാണ്. എനിക്കിപ്പോ മതിയായി തുടങ്ങി. വീട്ടിൽ എന്റെ അമ്മയുടെ അവസ്ഥയും അത് തന്നെയാണ്. അഥവാ അയാൾക്കൊരു ആദ്യ ഭാര്യ ജീവനോട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അമ്മയുടെ അവസ്ഥ എന്താവും? എന്റെ അമ്മ ഒരു രണ്ടാം തരക്കാരി ആവില്ലേ? അത് നീ പറഞ്ഞ ശരിയാടാ. അമ്മ മാത്രമല്ല, നിങ്ങളും നീയും അമലും ഒക്കെ രണ്ടാം തരക്കാരിയാകും എന്നിങ്ങനെ പറയാണ്. അതുകൊണ്ട് നീ എന്തായാലും അങ്ങനത്തെ ഒരു സ്ത്രീ വരാതെ എന്തായാലും നോക്കണം എന്ന് പറയണം. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഞാൻ നിന്നെ ഉടനെ തന്നെ അറിയിക്കാം എന്ന് പറയണ്ടേ. നമ്മുടെ അജയ്ക്കാണെങ്കിൽ ഇത് കേട്ട് വല്ലാത്ത ടെൻഷനായിട്ട്. അപ്പൊ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അജയ് ആണെങ്കിൽ അച്ഛനോട് പറയുന്നുണ്ട്, ഒറ്റക്ക് പോയിട്ട് പറയുന്നുണ്ട്. ആദ്യം പറയും എനിക്ക് അച്ഛനെ കണ്ട് സംസാരിക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അജയ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഭീഷണിപ്പെടുത്താണ് ചെയ്യണം കേട്ടോ സൂര്യൻ. അതായത് സ്വത്തുക്കളൊക്കെ എനിക്കും എന്റെ അമ്മക്കും എല്ലാവർക്കും തുല്യമായിട്ട് പങ്കുവെക്കണം. അഭിയേട്ടനെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അഭിയേട്ടൻ വേണമെന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, വേണ്ടാത്ത ആൾക്ക് എന്തിനെ കൊടുക്കണേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സൂര്യ ഒന്നും തന്നെ മിണ്ടുന്നില്ല. പിന്നീടാണ് സൂര്യ സ്വത്തിന്റെ കാര്യങ്ങളൊക്കെ പറയണത്. അതായത് വക്കീൽ വന്ന് നമ്മുടെ സക്കീർ ഹുസൈൻ വന്നിട്ട് പറയുന്നുണ്ടല്ലോ, സ്വത്തുക്കളെല്ലാം അബിയുടെയും ജാനകിയുടെ പേരിലാണ് എന്നൊക്കെ പറയുമ്പോൾ അളകാപുരിയുടെ വീട് ഫുള്ളായിട്ട് പറമ്പും വീട് നിൽക്കുന്നതും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ വീട് വേറെ കുറെ പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ അബിക്കും ജാനകിക്കുള്ളതാണ്. പിന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് അമലാണ്. പിന്നെ ബാക്കിയുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് അജയ്ക്ക് കൊടുക്കുന്നത്. എനിക്കതൊന്നും വേണ്ട എന്ന് അജയ് പറയുന്നുണ്ടെങ്കിൽ സക്കീർ ഹുസൈൻ പറഞ്ഞിട്ട് ഇത് വിൽപ്പത്രത്തിൽ എഴുതി രേഖപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തി ഒന്നാണ്, ഇതിനെ തിരുത്തി മാറ്റി ചെയ്യാൻ പറ്റുമെന്നില്ല. പിന്നെ ഒരു കാര്യം ഇതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ഈ വിൽപ്പത്രം നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ ഈ വിൽപ്പത്രം വേണ്ട, ഇത് നിങ്ങൾക്ക് ഇഷ്ടമല്ല, അതായത് നിങ്ങൾക്ക് ഇത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അവര് ഒന്നും ഇല്ലാണ്ട് മടങ്ങി പോവേണ്ടി വരും എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ അജയ്ക്കൊക്കെ തല കറങ്ങാട്ടോ. പ്രഭക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്, ഇയാൾ എന്നെ കൊണ്ടേ പോകുള്ളൂ എന്ന രീതിയിൽ പ്രഭയെ നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സക്കീർ ഹുസൈൻ രഹസ്യമായിട്ട് നമ്മുടെ സൂര്യടുത്ത് പറയണ്ട്, സത്യം ചോദിക്കട്ടെ, ഞാൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കണമെന്നേ ഉള്ളൂ, ശരിക്കും പറഞ്ഞാൽ അബിയുടെ അമ്മ ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സൂര്യ അതിനൊന്നും തന്നെ മറുപടി പറയുന്നില്ല. ആ സമയത്ത് സക്കീർ ഹുസൈൻ പറയണ്ട്, എനിക്കറിയാം അതിലെന്തൊക്കെ ഒരു രഹസ്യം ഉണ്ടെന്നുള്ള കാര്യം, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വക്കീലാണ് ഞാൻ ഈ കാര്യം അബിയുടെ അടുത്തൊന്നും പറയാൻ പോണമെന്നില്ല, ജാനകി അടുത്തും പറയാൻ പോണമെന്നില്ല. എന്തായാലും സ്വത്തിന്റെ കാര്യത്തിൽ അവർക്കൊന്നും തന്നെ കൊടുത്തിട്ടോ മെൻഷൻ ചെയ്തിട്ടോ ഒന്നുമില്ല. അവരങ്ങനത്തെ ഒരു സ്ത്രീ ജീവനോടുണ്ടെങ്കിൽ അവർക്കും എന്തെങ്കിലുമൊക്കെ നീക്കി വെക്കണത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഒന്നും എഴുതാതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ, അങ്ങനത്തെ ഒരു സ്ത്രീ ഉണ്ടോ അതോ അവര് മരിച്ചു പോയോ? അബിനെ ജന്മം നൽകിയപ്പോ തന്നെ അവര് മരിച്ചു പോയോ എന്ന് ചോദിക്കുമ്പോ സൂര്യ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ഒരു സ്ത്രീ ഉണ്ട്, മരിച്ചെന്ന് തന്നെയാണ് നമ്മുടെ സൂര്യ പറയണത്. അത് വേറൊന്നും കൊണ്ടല്ല, മരിച്ചെന്ന് വിശ്വസിച്ചിട്ടായിരിക്കും ചിലപ്പോ സൂര്യ നമ്മുടെ പ്രഭേനെ കല്യാണം കഴിച്ചത്. അതിനുശേഷമായിരിക്കും ഈ സ്ത്രീ ഉണ്ടായെന്ന് മനസ്സിലാവുന്നതും ജീവനോട് ഉണ്ടെന്ന് മനസ്സിലാവുന്നതും. അവർക്ക് ചിലപ്പോൾ ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ സൂര്യൻ ചെയ്തു വെച്ചിട്ടുണ്ടാവായിരിക്കാം. അതിനുവേണ്ടിയായിരിക്കും മൂന്നാറിലെ എസ്റ്റേറ്റ് പോലും വാങ്ങിച്ചത്, അതും അബിയുടെയും ജാനകിയുടെയും പേരിൽ. നാളൊരു സമയത്ത് ഇവർക്ക് ഒന്നും ഇല്ലാതാവേണ്ട ഒരു സമയം വരികയാണെങ്കിൽ അവർക്ക് ആ എസ്റ്റേറ്റ് രഹസ്യമായിട്ട് കൊടുക്കാമെന്നാണ് സൂര്യ വിചാരിക്കുന്നത്. പക്ഷെ ആ എസ്റ്റേറ്റിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞത് കൊണ്ട് തന്നെ എസ്റ്റേറ്റ് അജയ്ക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുമെന്നാണ് അജയ് വിചാരിക്കുന്നത്. പക്ഷെ അജയ്ക്ക് എസ്റ്റേറ്റ് കൊടുക്കില്ല കേട്ടോ. അത് കൊടുക്കണം നമ്മുടെ അബിക്കും ജാനകിക്കും പിന്നെ അമലിനാണ് കൊടുക്കുന്നത്. അജയ്ക്ക് സത്യം പറഞ്ഞാൽ വളരെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂര്യ ആണെങ്കിൽ ആ കാര്യം രഹസ്യം പരസ്യപ്പെടുത്തുകയാണ്, അബിയുടെ അമ്മ ജീവനോടെ ഉണ്ടെന്നുള്ള സത്യം. അതൊരു പാവ സ്ത്രീയായിട്ട് അബീനെ പോലെ തന്നെ സ്നേഹത്തിന് മാത്രം വില കൊടുക്കുന്ന ഒരു സ്ത്രീയാണ്. പണത്തിനോ സ്വർണത്തിനോ മറ്റുള്ള അതിനൊന്നും അതിനൊന്നും വില കൊടുക്കാണ്ട് തന്റെ സ്നേഹമുള്ള കാര്യങ്ങൾക്ക് മാത്രം വില കൊടുക്കുന്ന ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ ആട്ടോ. അപ്പൊ ആ ഒരു സ്ത്രീയുടെ എൻട്രി ആണ് വരാൻ പോണത്. നമ്മുടെ ഈ സീരിയലിൽ ഒരുപാട് എൻട്രി വരുന്നുണ്ട്. വേറെ ആരുമല്ല, ജാനകിയുടെ അച്ഛൻ ആരാന്നുള്ള സത്യം അറിയണം. പിന്നെ അമ്മയും അച്ഛനും വരും. അത് ഓൾറെഡി പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട്, ഉടനെ തന്നെ വരുമെന്ന്. അപ്പൊ ഈ ആഴ്ചത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ആ ഭാഗമായിരിക്കും, ജാനകിയുടെ അച്ഛനും അമ്മയും വരുന്ന ഭാഗമായിരിക്കും. പക്ഷെ അബിക്കൊരു അമ്മയുണ്ട്, ആ അമ്മയുടെ ഫോട്ടോ പോലും അബി ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അമ്മയുടെ ഫോട്ടോ ഒന്നുമില്ല, കാരണം മരിച്ചിട്ടില്ല അവര്. അതുകൊണ്ട് അവർ നേരിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അതും കൂടി ആകുമ്പോഴേക്കും പ്രഭക്ക് നല്ലൊരു തിരിച്ചടി തന്നെ കിട്ടും, ഉറപ്പാണ്. പിന്നെ അജയ് എല്ലാത്തിനും പ്രഭയുടെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. പ്രഭക്ക് അജയിന്ന് വെച്ചാൽ ഭയങ്കര വിശ്വാസമാണ്. അജയും ഹണി റോസ് നമ്മളെ ബന്ധം പറഞ്ഞ പ്രഭയുടെ അഹങ്കാരത്തിന്റെ കൊമ്പൊടിഞ്ഞോളും. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഭാഗമാണ് ഇനി വരാൻ പോണത്. അത് മാത്രമല്ല, റീമേക്കിൽ ഒരു ഭാഗമുണ്ട്, വേറെ ഒന്നല്ല. ഞാൻ പറഞ്ഞ റീമേക്കിൽ അജയ് ഇത്ര ദുഷ്ടനൊന്നുമല്ല, സ്വത്തുക്കളോടും പണത്തിനോടും ആർത്തി ഉണ്ടെങ്കിലും ഈ ഇത്രയും ഒരു നീചനൊന്നും അല്ല കേട്ടോ. അബീൻ്റെ അടുത്ത് ഇത്ര മാത്രം ഒന്നും ക്രൂരമായിട്ടൊന്നും പെരുമാറത്തൊന്നുമില്ല. ഇങ്ങനെ സ്വത്ത് വേണം
ഇങ്ങനെ സ്വത്ത് വേണം പണം വേണമെന്ന് പറഞ്ഞ അച്ഛനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തൊന്നുമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ സൂര്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പോണ ഭാഗമാണ് ഇനി കാണാൻ പോണത് കേട്ടോ. പക്ഷെ അജയ് എങ്ങനെയെങ്കിലൊക്കെ സൂര്യനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കാൻ പോണത്. കാരണം തമ്പി പറയുന്നുണ്ട് അയാളെ വരാതിരിക്കണേ നിങ്ങൾക്ക് നല്ലത്, അയാൾ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാൻ പറ്റും, ആ വിൽപ്പത്രം നമുക്ക് എങ്ങനെയെങ്കിലും അസാധുവാക്കി കളയാം. പിന്നെ അയാളിപ്പോ ജീവനോട് ഇല്ലെങ്കിൽ അബിയല്ലേ, അബി നിങ്ങൾ അനിയന്മാരെ എന്ത് പറഞ്ഞാലും അബി ചെയ്തു തരും. അറിയാലോ അബിക്ക് നിങ്ങളെന്ന് വെച്ചാൽ ജീവനാണ്. ആ ഒരു കാര്യത്തിൽ അവനെ സമ്മതിച്ചേ പറ്റൂ. അവൻ പണത്തിനേക്കാളൊക്കെ വില കൊടുക്കണം സ്വന്തം അനിയന്മാർക്കാ. അതുകൊണ്ട് നീ 2 കള്ളക്കണ്ണിനൊഴിച്ച് പോയാലും അവൻ നിനക്ക് എഴുതി തരും. നിനക്കും അമലിനെയാണ് അവകാശപ്പെട്ടത്. പിന്നെ നിങ്ങളുടെ പെങ്ങളെ കെട്ടിച്ച വകയിൽ അവർക്ക് ഒരുപാട് കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇനി അവൾക്ക് വലിയ കാര്യം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എന്തായാലും നീ ആദ്യം സൂര്യനെ ഇല്ലാതാക്കണം, ആ സൂര്യനെ അസ്തമിപ്പിക്കണം. അതിനുശേഷം സ്വത്തുക്കളൊക്കെ നിന്റെയും അമലിന്റെ പേരിൽ എങ്ങനെയെങ്കിലൊക്കെ അബിയുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കണം. അത് ഞാൻ ഏറ്റു എന്ന് പറയാണ്. അങ്ങനെ സ്വന്തം അച്ഛനെയാണെന്ന് പോലും നോക്കാതെ അജയ് സൂര്യനെ ഇല്ലാതാക്കാൻ പോകുന്ന ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പൊ അതൊന്നുമല്ല, നമ്മുടെ അബിയുടെ അമ്മ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജാനകിയുടെ അച്ഛൻ തമ്പിയാണെന്നുള്ള സത്യവും ജാനകി അറിയുന്നുണ്ട്. പക്ഷെ ഈ സത്യം നമ്മുടെ അബിക്കും അതുപോലെ തന്നെ സൂര്യനാരായണനൊക്കെ അറിയാം കേട്ടോ. ജാനകി എന്ന് പറഞ്ഞത് തമ്പിയുടെ മകളാന്നുള്ള സത്യം ഇവർക്കറിയാം, തമ്പിക്കറിയില്ല, ബാക്കി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവര് പറയാത്തതിന്റെ കാരണം ഇത്ര ഒരു ദുഷ്ടന്റെ മോളാണെന്ന് ജാനകി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജാനകിക്ക് പോലും ചിലപ്പോൾ അപമാനമായിട്ട് ജാനകി എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ പേടിച്ചിട്ടാണ് ഇവരൊന്നും പറയാതിരിക്കുന്നത്. അത് മാത്രല്ല വേറൊരു ഭാഗമുണ്ട്, ഈ ജാനകിയുടെയും അബിയുടെയും മോളായിട്ട് നിൽക്കുന്ന പൊന്നുണ്ടല്ലോ, അത് ശരിക്കും ജാനകിയുടെ മകളല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ സീരിയലിന്റെ റീമേക്കിൽ കാണിക്കുന്നതൊക്കെ ഇവരുടെ മക്കളല്ല. അതായത് ഇപ്പൊ അബി ഇപ്പൊ നമ്മൾ അറിഞ്ഞില്ലേ പ്രഭയുടെ മകനല്ല, അത് നേരത്തെ ഫസ്റ്റിന് അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പൊ ഒരു അമ്മ വരാൻ പോകുന്നു. അതുപോലെ തന്നെ ജാനകിക്ക് അമ്മയും അച്ഛനും വരാൻ പോകുന്നു. ഇനി അടുത്തത് പൊന്നു കേട്ടോ. പൊന്നുടെ അമ്മ ശരിക്കും പറഞ്ഞ ജാനകി അല്ല എന്നാണ് ഇതിന്റെ റീമേക്കിൽ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതിന്റെ മുമ്പത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ജാനകി അതായത് അബിക്ക് വേറൊരു പെണ്ണില്, അതായത് ഇവരുടെ ഒരു കസിനോ അങ്ങനത്തെ എന്തോ ഒരു റിലേഷനിൽ ഉണ്ടായ ഒരു ബന്ധത്തിലുണ്ടായ ഒരു കുഞ്ഞാണ്. ഇവർ ഈ കുഞ്ഞ് ദത്തെടുത്താണ്, പൊന്നു എന്ന് പറഞ്ഞ ഈ കുഞ്ഞ് ദത്തെടുത്താണ്. അത് ജാനകി ഇപ്പൊ ഒരു ഗർഭിണിയാവും, ആദ്യമായിട്ട് ഗർഭിണിയാവും. അപ്പൊ ആ കുഞ്ഞ് ഗർഭിണി ആകുമ്പോഴാണ് ഈ സത്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞത്. ഈ സത്യം പറയുന്നത് വേറെ ആരല്ല, അപർണയാണ്. അപർണ ഈ സത്യങ്ങളൊക്കെ പൊന്നൂരോടാണ് ആദ്യം പോയി പറയണത്. നിന്റെ അമ്മയുടെ മോളല്ല നീ, നിന്റെ ദത്തെടുത്തേണ്. ഇപ്പൊ അവർക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടാവാൻ പോവാണ്. അതുകൊണ്ട് നിന്നെ അവർ വേണ്ടെന്ന് വെക്കും, നിന്നെ പഴയ പോലെ വല്ല അനാഥാലത്തിലും കൊണ്ടാക്കും എന്നൊക്കെ പറയുമ്പോഴാണ് ശരിക്കും ഈ സത്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് കേട്ടോ. ഇതിന്റെ തമിഴ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിന്റെ ഭാഗങ്ങളൊക്കെ കാണിക്കണത്. എന്തായാലും അടിപൊളിയായിട്ടുള്ള ഭാഗങ്ങളുണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും പറയുന്നില്ല. മലയാളത്തിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ പിന്നെ റീമേക്കിന്റെ ഭാഗങ്ങൾ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് എപ്പിസോഡ് ഫുള്ളായിട്ട് ഞാൻ കണ്ടില്ല, അതാണ് എപ്പിസോഡിന്റെ റിവ്യൂ പറയാതിരുന്നത്. നാളെ മുതൽ എപ്പിസോഡിന്റെ റിവ്യൂ പറഞ്ഞിട്ട് ഇതിന്റെ റീമേക്കിന്റെ ഭാഗങ്ങൾ പറയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീമേക്കിന്റെ ഭാഗങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം. ഏത് ഭാഗമാണ് അറിയേണ്ടതെന്നുള്ളത് അത് ഞാൻ അതിന്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് റിവ്യൂ പറയുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ എടുക്കാണ് ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.